ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 2-ാം ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ ഈ തപസ്സുകാലം ഒരു യാത്രയാണ്, ഒരു മനുഷ്യൻ്റെ ഒരു യാത്ര സൂചിപ്പിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെ കാലഘട്ടമാണ് ഈ നോമ്പെന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന കാലഘട്ടങ്ങളിൽ ഓരോ ഞായറാഴ്ചയും വന്നിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെക്കുറിച്ചാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നിവിടെ നമ്മൾ രൂപാന്തരം കാണുന്നുണ്ട്. ഈ രൂപാന്തരീകരണം നടക്കുന്നത് ഒരു മലമുകളിലാണ്. മലമുകൾ ഏതാണെന്ന് വ്യക്തമായി മത്തായി പറയുന്നില്ല. അപ്പോൾ മലമുകളിലേക്ക് യേശുനാഥൻ 2-3 പേരുടെ കയ്യും പിടിച്ച് നടന്നു പോവുകയാണ്. അവർ ഒന്ന് പത്രോസാണ്, പിന്നെ യോഹന്നാനും യാക്കോബും. അപ്പോൾ ഇവരുടെ കയ്യും പിടിച്ച് യേശുനാഥൻ മലമുകളിലേക്ക് പോകുന്നു. അവിടെ എത്തി അവിടുന്ന് രൂപാന്തരപ്പെടുന്നു. അവിടുത്തെ മഹത്വം ഇവർ കണ്ണ് നിറയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ തപസ് കാലത്തും നമുക്കും ഒരു പ്രതീക്ഷയുടെ വചനമാണ് ഈ സുവിശേഷം. ഏറെ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഈശോയുടെ മാനുഷികതയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ്റെ പീഡാസഹനങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, അവൻ പട്ടിണി കിടന്നത്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ മഹത്വത്തിൻ്റെ ഒരു ധ്യാനം കൂടെയാണ് അവിടുന്ന് രൂപാന്തരപ്പെട്ട് അവിടുന്ന് ദൈവമാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനായ ഈശോയെ മാത്രമല്ല, പൂർണ്ണനായ ദൈവത്തെ കൂടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ്റെ വഴിയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പത്രോസിനും ഈ യാക്കോബിനും യോഹന്നാനും ഒക്കെ പറയാനുള്ളത്? അപ്പോൾ ഈ കൈ പിടിച്ച് നടന്നു പോയ 4 ശിഷ്യന്മാർ, ഇവർക്ക് ഒരു ചെറിയൊരു കഥയുണ്ട്. നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ കാണാം. നമ്മൾ 17-ാം അധ്യായത്തിൽ രൂപാന്തരീകരണത്തെക്കുറിച്ച് കാണുന്നു. 16-ാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതായത് യേശുനാഥൻ പത്രോസിനോട്, ഈ ശിഷ്യന്മാരോട് എല്ലാവരോടും ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. പത്രോസ് മനോഹരമായ ഉത്തരം പറയുന്നു. യേശുനാഥൻ പത്രോസിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും വളരെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നു. ഇത് കേട്ട ഉടനെ പത്രോസ് പറയും, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശുനാഥനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അതായത് യേശുവിൻ്റെ മുമ്പിൽ കയറിയിരിക്കുകയാണ് പത്രോസ്. അപ്പം എന്തുകൊണ്ട് പത്രോസ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ, പത്രോസ് ആകെ ഉലഞ്ഞു പോയി. കാരണം തൊട്ട് മുമ്പ് അവിടുന്ന് ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈശോ പറയാൻ ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ പീഡനങ്ങൾ കേൾക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് പത്രോസ് വല്ലാതെ ഉലഞ്ഞു പോയത് കൊണ്ടാണ് ഈശോയോട് പറഞ്ഞത്, ഈശോ നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. പക്ഷേ പത്രോസ് വീണ്ടും ഉലയപ്പെട്ടു. യേശുനാഥൻ പറഞ്ഞത്, പിശാച് നീ എൻ്റെ പുറകിലേക്ക് മാറുക എന്നാണ്. അപ്പം ഈ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് ഗോ ബിഹൈൻഡ് മീ എന്നാണ്, എൻ്റെ പുറകിലേക്ക് മാറുക എന്നാണ്. പക്ഷെ അത് ഈശോ അവനെ ഉലയ്ക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ഈ പത്രോസ് ഉലഞ്ഞു പോയത് പീഡനങ്ങളുടെ സഹനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് പ്രതിസന്ധികളുണ്ടാകും. ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് പോലും നമ്മളെടുക്കുന്ന പ്രായച്ചിത്ത പ്രവൃത്തികളും തപസ്സും ഒക്കെ നമുക്കും വല്ലാതെ നമ്മളെ ഉലയ്ക്കാം ചില സമയത്ത്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ പുറകിലേക്ക് നിൽക്കുകയാണ്, ഈശോയുടെ മുമ്പിലേക്ക് നിൽക്കുകയല്ല. നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ഇതാണ്, നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അവൻ്റെ മുമ്പിലേക്ക് കയറിയെന്ന് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എനിക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ യേശുനാഥൻ ആവശ്യപ്പെടുന്നത് ഈശോയുടെ പുറകിലേക്ക് നിൽക്കാനാണ്. ഇത് പത്രോസിനെ ആദ്യം വിളിച്ചപ്പോഴേ ഈശോ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ പിന്നാലെ വരൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നത്. പത്രോസിൻ്റെ വിളി അതാണ്. പത്രോസ് അത് മറന്നുപോയി. അപ്പോൾ ഈ തപസ്സുകാലത്ത് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഓരോ വ്യക്തിയുടെയും വിളി ഈശോയുടെ പുറകെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോയുടെ പുറകെ നടക്കുമ്പോൾ ഈശോ നമ്മളെ വെറുതെ വിടില്ല. അപ്പോൾ പത്രോസ് അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഉലഞ്ഞു പോയാൽ ആ പത്രോസിനെ പിടിച്ച് ഈശോ കൊണ്ടുപോവുകയാണ്. എവിടെയാണ്? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനാണ്. അതെ, എന്നിട്ട് അവൻ്റെ മുമ്പിൽ വെച്ച് മഹത്വത്തോടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, ഞാൻ മരിച്ച് മണ്ണടിയാൻ പോകുന്ന മനുഷ്യനൊന്നുമല്ല, ഞാൻ ദൈവമാണ്. നിന്റെ സഹനങ്ങളിൽ നീ വീണ് പോകണ്ട, നിനക്ക് കൂട്ടാൻ ഞാൻ. അപ്പോൾ പത്രോസ് ഉലഞ്ഞു പോയ പത്രോസിനെ ധൈര്യപ്പെടുത്തുന്ന യേശുനാഥൻ. ഇത് തന്നെയാണ് സുവിശേഷത്തിലുടനീളം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഈശോ നമ്മളെ ഉലഞ്ഞു പോകാൻ സമ്മതിക്കില്ല. ചില ശകാരങ്ങളൊക്കെ അവൻ തരും, നമ്മുടെ കാണിക്കുന്ന തെറ്റുകളും തിരുത്തലുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നേക്കുമായി നമ്മളെ തള്ളിക്കളയാനല്ല, പിടിച്ചുയർത്താൻ നടക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് ഈശോ. ഉലഞ്ഞു പോകാൻ നമ്മളെ അനുവദിക്കില്ല. അപ്പോൾ ഈ യാക്കോബും യോഹന്നാനും മഹത്വത്തിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ഈശോ ഈ മരിക്കുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവരും ഉലഞ്ഞു പോകുന്നുണ്ട്. ഇവർ മഹത്വ സ്വപ്നം കണ്ടവരാ. അപ്പോൾ അതുകൊണ്ടാണ് അവരെയും കൂടി ഈശോ വിളിക്കുന്നത്. എന്നിട്ട് അവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഹത്വമൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ഈ സഹനത്തിൻ്റെ മല നിങ്ങൾ കയറേണ്ടതായിട്ടുണ്ട്. പക്ഷേ സഹനത്തിൻ്റെ മലയിൽ ഒറ്റയ്ക്കല്ല, നമ്മൾ അവനോടൊപ്പം അവൻ്റെ പിന്നാലെയാണ് പോകേണ്ടത്. അപ്പോൾ ഇത് തരുന്നൊരു വലിയൊരു ചിന്തയാണ്. സഹനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ പത്രോസിൻ്റെ മുമ്പിൽ ഈശോ രൂപാന്തരപ്പെടുമ്പോൾ വരുന്ന 2 പേര് മോശയും ഏലിയുമാണ്.
ഇവർ രണ്ടുപേരും പഴയ നിയമത്തെയും പ്രവാചകനെയും പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് ഈശോയ്ക്ക് അവൻ സഹിക്കേണ്ടിയിരിക്കുന്ന പീഡനങ്ങളുടെയും സഹനങ്ങളും ഉറപ്പുവരുത്തിക്കണം. അപ്പോൾ അത് ദൈവികമാണ് എന്നുള്ളൊരു ഓർമ്മയാണ്. ഈശോ പറയുന്നുണ്ട്, പത്രോസേ നീ പിശാചാണ്. അതായത് സഹനങ്ങളെ എതിർക്കുന്നവർ, സഹനങ്ങൾ ശരിയല്ല എന്നൊക്കെ പറയുന്നത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. കാരണം സഹനങ്ങൾ അനുഗ്രഹത്തിൻ്റെ മോഹത്തിലേക്കുള്ള വഴിയാണ് മനുഷ്യരെ സംബന്ധിച്ച് ദൈവം ഇടപെടുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് മോശയും ഏലിയായും വന്ന് അത് ഉറപ്പിക്കുക, സഹനങ്ങൾ മഹത്വത്തിൻ്റെതാണ് എന്നുള്ള ദൈവിക വെളിപാട് അവർക്ക് ധരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ദൈവിക വെളിപാടും അതാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ദുഃഖങ്ങളും അതിൽ ഉലഞ്ഞു പോകേണ്ടതല്ല. ഈശോ നമ്മളെ കൈപിടിച്ചുയർത്തും, മഹത്വം നമ്മളെ കാത്തിരിപ്പുണ്ട്. ഈ തപസ് കാലം ചെന്നെത്തുന്നത് തന്നെ അവൻ്റെ മഹത്വത്തോടെയുള്ള ഉദ്ധാനത്തിലേക്കാണ്. അപ്പം അങ്ങനെ ഈ സഹനത്തിൻ്റെ വഴികളിൽ ഈശോയോടൊപ്പം നമ്മൾ നടക്കണം എന്നുള്ള ഒരു ബോധ്യമാണ് തരുന്നത്. അവസാനം ഇവർ വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ സ്വരം, പിതാവായ ദൈവം ആവർത്തിക്കുന്നതാണ്. ഈശോ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, അവനെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പിന്നാലെ നടക്കാനാണ്, നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് കേട്ട് ഇവർ ഭയവികുലരായും നിലത്ത് വീണു പോകുമ്പോൾ ഈശോ അവസാനം പറയുന്നത് എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. ഈ വചനം എപ്പോഴെല്ലാം നമ്മൾ വീണു പോകുമോ അപ്പോഴെല്ലാം ഈശോ നമ്മുടെ ചെവികളിൽ നിരന്തരം പറയുന്ന ഒരു വാക്കുകളാണ്. ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുവിൻ. ഇപ്പോൾ വീഴ്ത്താനല്ല, എഴുന്നേൽപ്പിക്കാൻ നടക്കുന്ന ദൈവമാണ്. അപ്പോൾ സഹനത്തിൻ്റെ ഈ തപസ്സുകാലവും നമുക്ക് അതിനുള്ള വിളിയാണ്. ഇനി ഈ തപസ്സുകാലത്ത് നമ്മൾ ഈശോയോടൊപ്പം നടക്കുന്നത് ഈശോയെ പോലെ ആകാനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വിളി കൂടിയുണ്ട്. എൻ്റെ സഹനത്തിൻ്റെ സമയത്ത് ഞാൻ ഈ തപസ്സുകാലത്തിലൂടെ നടക്കുമ്പോൾ വീണു പോകാൻ സാധ്യതയുള്ള മനുഷ്യർക്ക് ഞാനൊരു കൈത്താങ്ങായി മാറണം. ഈശോ കൈപിടിച്ച് നടത്തിയതുപോലെ. പത്രോസിനെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. മുടന്തനായ മനുഷ്യനെ അവൻ്റെ ഇരുകാലുകളിലും അവന് നടത്തുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈശോ പത്രോസിനെ പിടിച്ചുയർത്തിയതുപോലെ പത്രോസും വീണുപോയ മനുഷ്യരെയൊക്കെ ഉയർത്തുന്നത് കാണുന്നുണ്ട്. നമ്മളും അതുപോലെ ഉയർത്തേണ്ടവരാണ്. ഈ തപസ്സുകാലത്ത് നമ്മൾ ചെയ്യേണ്ട പുണ്യപ്രവൃത്തികളുടെ ഒരു ഭാഗമാണ് ഈ തകർന്നു പോകാൻ സാധ്യതയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ പിടിച്ചുയർത്തണം. ഈ ലോകത്ത് അങ്ങനെ പിടിച്ചുയർത്താൻ ആളുകളില്ലാത്തത് കൊണ്ടാണ് പല ജീവിതങ്ങളും വലിയ തകർച്ചകളിലേക്ക് പോയത്. രണ്ട് മനുഷ്യരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഏപ്രിൽ 1889 ജനിച്ച, ഒരേ വർഷം ഒരേ മാസത്തിൽ ജനിച്ച രണ്ട് വ്യത്യസ്തരായ മനുഷ്യർ. ഒരാൾ ലണ്ടനിലാണ്, ഒരാൾ ജർമ്മനിയിലാണ്. ഈ രണ്ട് പേരും ദാരിദ്ര്യത്തിൻ്റെ കൊടിയ അവസ്ഥയിലാണ്. ഒരാളുടെ അപ്പൻ മദ്യപാനിയായിരുന്നു, അമ്മ മരിച്ചുപോയി. അദ്ദേഹത്തിന് പെയിൻറ്റിങ് താല്പര്യമുണ്ടായി. അങ്ങനെ ഈ ജർമ്മൻകാരനായി ഇദ്ദേഹം പെയിൻറ്റിങ്ങിന് പഠിക്കാൻ വേണ്ടി ഒരു കോളേജിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കുന്നു. നിൻ്റെ പെയിൻറ്റിങ്ങിന് ആത്മാവില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഈഗോ വരുന്നു, ഫ്രസ്ട്രേഷൻ കൂടുന്നു. പിന്നീട് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ കൊലപാതകളിൽ ഒരേ മാറുന്നുണ്ട്. സാധാരണ കൊലപാതകമൊന്നുമല്ല, ഒരു രാജ്യത്തെ തന്നെ അദ്ദേഹം നിഷ്ഠൂരമായി ഒത്തിരിയധികം മനുഷ്യരെ വേട്ടയാടി കൊല്ലുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ഒരു മനുഷ്യനെ അദ്ദേഹം പിന്നീട് മാറി. അദ്ദേഹം ഒരു ഡിക്റ്റേറ്ററായി മാറി. രണ്ടാമത്തെ മനുഷ്യൻ ലണ്ടനിലാണ്. അവൻ്റെ അമ്മ ഭ്രാന്തിയായി, അവൻ ആരുമില്ലാതെ ജീവിതം അവസാനിക്കേണ്ട സമയത്ത് അവൻ്റെ സഹോദരൻ അവന് കൂട്ടായി വരുന്നുണ്ട്. അങ്ങനെ സഹോദരൻ്റെ സഹായത്തോടു കൂടെ ഇദ്ദേഹം ഒരു സിനിമ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുകയും, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫിഗർ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആ സിനിമാ കമ്പനിക്കാർ ഇദ്ദേഹത്തിന് ഈ ഫിഗർ പറ്റില്ല, ഇവൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ സഹോദരൻ അവന് വേണ്ടി കാല് പിടിക്കുകയും ഒരവസരം കൊടുക്കുകയും പിന്നീട് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു അഭിനേതാവായി മാറുകയും ചെയ്തു. ആദ്യത്തേത് ഹിറ്റ്ലറാണ് ജർമ്മനിയിലെ, രണ്ടാമത്തേത് ചാപ്ലിനാണ്. അപ്പോൾ ചാപ്ലിൻ്റെ ജീവിതത്തിൽ ചാപ്ലിൻ തകർന്നു പോകാതെ ലോകം അറിയുന്ന ഒരു വ്യക്തിയായി മാറിയത് ആ സഹോദരൻ ചാപ്ലിൻ്റെ കരം പിടിച്ചതുകൊണ്ടാണ്, അവൻ്റെ ജ്യേഷ്ഠൻ. ഈശോ പത്രോസിനെ ഇതുപോലെ പിടിച്ചു നടന്നത് കൊണ്ടാണ് പത്രോസ് ആയിരങ്ങളെ സൗഖ്യത്തിലേക്കും പ്രത്യാശയിലേക്കും ഒക്കെ നയിച്ച മനുഷ്യനായി മാറിയത്. ഈ തപസ്സുകാലത്ത് ഈശോ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഈശോ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് ഞാനും ഇതുപോലെ വീണു പോകാൻ സാധ്യതയുള്ളവരുടെ കൈ പിടിക്കണം. തപസ്സുകാലം എനിക്ക് തരുന്ന വലിയൊരു ബോധ്യം അതാണ്. ഈ തപസ്സുകാലം ഈശോ പറയുന്നത് പോലെ നിങ്ങൾ എന്നോടൊപ്പം കുറച്ചു നേരം ഉണർന്നിരിക്കുമെന്ന് യേശു ചോദിക്കുന്നുണ്ട്. അവൻ ഈ ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോകും. അതെ, വേദനിക്കുന്ന മനുഷ്യരോട് ഉണർന്നിരിക്കാനുള്ള വിളിയാണ് തപസ്സുകാലം നമുക്ക് തരുന്നത്. അവരെ ഒന്ന് കൈപിടിച്ച് ഈശോടൊപ്പം നടത്തുക. അപ്പോൾ അതിന് ഞാൻ ചില സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും ഈശോയെ പോലെ. അതാണ് തപസ്സുകാലത്ത് ഞാൻ എടുക്കുന്ന എൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പുണ്യം, എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ തപസ്സുകാലം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ രൂപാന്തരീകരണം എനിക്ക് പ്രതീക്ഷ തരുന്നത് പോലെ ഞാനും പ്രതീക്ഷ നൽകുന്ന മനുഷ്യനാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.